ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ പോസ്റ്ററാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഡേ തന്നെ വേണമെന്നൊന്നുമില്ല, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പോസ്റ്റ് ചെയ്യാമെന്ന്. ഞാൻ എപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കളർ അടിക്കാൻ യൂസ് ചെയ്യുന്നത് ഓയിൽ പേസ്റ്റാണ്. സാധാരണ ക്രയോൺസും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ സ്കെയിലാണ് എടുത്ത് നോക്കുന്നത്. ഇവിടെ പുതിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചത്. എന്നിട്ട് ഞാൻ ആദ്യം പുതിയ വെച്ച് വരച്ചു, പക്ഷെ എനിക്ക് ഈ സമാധാനം ഇല്ല അത് വെച്ച് വരയ്ക്കുമ്പോൾ. അപ്പോൾ ഓക്കെ, നമ്മൾ പണ്ട് സ്കെയിൽ ഉണ്ടാക്കണ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. ഞാൻ അതിന് മുമ്പ് ഒരു സ്കെയിൽ ഉണ്ടാക്കണ വീഡിയോ വരുന്നതായിരിക്കും. സ്കെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പോൾ ഈ സ്കെയിൽ എടുക്കണത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളിത് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കുഞ്ഞ് എന്നിട്ട് നമ്മൾ കെട്ട് പോലെ നമ്മൾ ബൗ വയ്ക്കില്ലേ, അതാണ് ഞാൻ അവിടെ വരച്ചെടുത്ത് നോക്കണത്. അപ്പം നിങ്ങൾക്ക് എന്നിട്ട് ലവ് ആക്കാം, വേണമെങ്കിൽ എന്നിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ആക്കാം. ഞാൻ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു തല പോലെ വരച്ചെടുക്കുകയാണ്. ഇതിൽ ഭയങ്കര ലൈറ്റ് ആയിരിക്കും, പക്ഷേ ശരിക്കും കാണുമ്പോൾ ഭയങ്കര ഡാർക്കാണ് കേട്ടോ. അത് കളർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്കിത് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇതിൽ കാണുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഇതിൽ കാണണ്ടാവില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. നമ്മളിത് ഇതുപോലെ ഞാൻ അതിൻ്റെ ഉടുപ്പൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സൈഡിലൊരു മരം പോലെയാണ് വിചാരിച്ചത്. ഞാൻ ആദ്യം പച്ച കളർ കൊടുക്കാൻ വെച്ച്, പിന്നെ പിങ്ക് കളറാക്കി. മാജിക് കാണാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ മാജിക് കാണാൻ അവതരിപ്പിക്കുന്നത്. ഇതേ മാജിക് നല്ല അടിപൊളി മാജിക്കാണ് കേട്ടോ. ഞാൻ പകുതി കളറടിച്ചു, അപ്പോഴാണ് ഇതിൻ്റെ വീഡിയോ ഓഫായിന്ന് അറിഞ്ഞത് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കാണിക്കാമെന്ന്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഡാർക്കായിരിക്കും, ശരിക്കും ഇത് ഭയങ്കര ലൈറ്റാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഓറഞ്ച് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ഓറഞ്ച് കൊടുത്തല്ല അടിപൊളിയായിട്ടുള്ള റിയലിസ്റ്റിക്കൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ബഡ്സാണ് എടുക്കുന്നത്. ബഡ്സ് തന്നെ വേണമെന്നില്ല, കോട്ടൺ എടുക്കാം, മറ്റേ കോട്ടൺ പഞ്ഞിയില്ലേ അതെടുക്കാം, അല്ലെങ്കിൽ തുന്നി എടുക്കാം കേട്ടോ. രണ്ടും യൂസ് ചെയ്യാൻ പറ്റും, നല്ല അടിപൊളിയാണ്. ഞാൻ മേഘം വരച്ചത് കോട്ടൺ എന്നിട്ട് തുണി വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ മുകളിലത്തെ കളറിൽ തന്നെ ഒരു പാവാട സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്ക് പുതിയത് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഓറഞ്ച് കളർ അടിച്ച സാധനം പിച്ച് ചെയ്ത് കളഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ, നിങ്ങൾ വേറെ പോയി എടുക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ, നമ്മളിത് ഇതുപോലെ അവിടെ താഴെ കാണുന്നില്ല ഗൈസ്, ഞാൻ ശരിക്കും അവിടെ വരെ കൊടുത്തു. ഇപ്പോൾ കണ്ടാവല്ലോ. ഓക്കെ, ഇപ്പോൾ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഓക്കെ, നമ്മളിത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പർപ്പിൾ കളർ തന്നെ ഡ്രസ്സാക്കണമെന്നൊന്നുമില്ല, പിങ്ക് ആക്കാം, വൈറ്റ് ആക്കാം, ബ്ലൂ ആക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് ആവശ്യമില്ലാത്ത ഒരു കളറ് ചേർത്തു കിട്ടും. അത് വേണ്ടത് യെസ് ഗൈസ്, വൈറ്റ് എടുത്ത് അത് ആവശ്യമില്ലാതെ ചേർത്ത് പോയി, എന്തിനാണാവോ. അപ്പോൾ ഓക്കെ, നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ക്യാമലിൻ്റെ ഈ ഓയിൽ പേസ്റ്റ് നിങ്ങൾ എന്തായാലും മസ്റ്റ് വാങ്ങിക്കേണ്ടതാണ്. ഞാനൊരു പുല്ല് പോലെയാണ് ഉദ്ദേശിച്ചത്, പായം കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ഈ പുല്ല് ഇവിടെ വരച്ചെടുക്കാൻ, പുല്ല് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എഴുതാം കേട്ടോ. അവിടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാൻ അപ്പോൾ ഇവിടെ പുല്ലാണ് വരച്ചെടുത്തത് കേട്ടോ. പുല്ലാകുമ്പോൾ ഇത്തിരി ഒരു വൈബാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, പുല്ല് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും മാജിക് കാണിച്ചു. ഞാൻ അവിടെ ഒന്ന് എന്താ പറയുക പച്ച കളറിലൊന്ന് കളർ ചെയ്തു. ഇനി നമുക്ക് അവരുടെ എന്താ സ്കിൻ ചെയ്യാം കേട്ടോ. എന്തേ ഓക്കെ, ഇപ്പം നമ്മളത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം കേട്ടോ. ആ ബ്രൗൺ കൊടുക്കണമെന്നില്ല, ബ്രൗൺ മാത്രം തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പീച്ചും കൊടുത്തു, അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതേ വീട്ടിൽ കാണുന്ന പോലെ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വീണ്ടും പീച്ച് കൊടുത്തു. ഓക്കെ, അപ്പം നമ്മുടെ പെയിൻറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിന്മേൽ കുറച്ച് പൂക്കൾ വരയ്ക്കാം.
ഇപ്പോൾ റെഡി ആയിട്ടുള്ള ഗൈസ്, റെഡി ആയിട്ടുള്ള ഒരു സാധനം കൂടി വരാണ്ട് ഇപ്പോൾ വരും. അത് ഓക്കെ വന്നിട്ടുണ്ട് ഗൈസ്, അത് പെൻസിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്യണത് ഇവിടെ ഒരു എന്താ പറയുക, ഒരു കിളിയിലാണ് ഞാൻ വരച്ചത്. അപ്പം അത് റെഡി ആയെന്നൊന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ കിളി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു കിളി റെഡി ആയിട്ടുണ്ട്, രണ്ടാമത്തെ കിളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിളി വരയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ, അവിടെ സൂര്യനൊക്കെ വരയ്ക്കാം, അതിനെ ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ട് വരയ്ക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടമായത്. ഇനി കൊടുക്കണം കേട്ടോ. അപ്പോൾ കിളിക്ക് നമുക്ക് കളർ കൊടുക്കാം. അപ്പോൾ കിളിക്ക് ഞാൻ ഇവിടെ പിന്നെ ഞാൻ എടുത്തത് ഇത് വിചാരിച്ചു, പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ബ്ലാക്ക് സ്കെച്ച് എടുത്തു, ആദ്യത്തെ തെളിയണില്ല ഗൈസ്. പിന്നെ ഞാൻ രണ്ടാമത്തെ എടുത്തപ്പോൾ അതും കുഴപ്പമില്ല, പക്ഷെ അത് ആകെ തെളിയണില്ല ഗൈസ്, എന്താണാവോ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു പെർമനൻ്റ് മാർക്കർ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ പെർമനൻ്റ് മാർക്കർ എടുക്കാൻ ഇങ്ങോട്ട് അതാണ്. അപ്പോൾ നമ്മുടെ പെർമനൻ്റ് മാർക്കർ ഇപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് വെച്ച് ചെയ്തപ്പോൾ ഒരു ബ്ലാക്ക് കളറൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതന്നെ എടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഞാനത് പിന്നെ ഞാൻ കിളി വരച്ചതുകൊണ്ട് രണ്ടെണ്ണത്തോണ്ട് പിന്നെ ഞാൻ ദേ ഇവിടെ ഒരു പിങ്ക് കളർ ഒരു ബ്ലൂ കളറുള്ള പൂ എന്നിട്ട് കിളിയായിട്ടാണ് ഞാൻ വരച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്, അത് പറന്നു പോയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ശരി, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ആൻഡ് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ.